ഇന്ന് നമ്മൾ ഒരു അടിപൊളി കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നില്ലേ? എന്നാ വായോ. ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. അവസാനം വരെ എല്ലാവരും കാണുക. എന്നാൽ പിന്നെ ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ കിട്ടിയത് ചെറിയൊരു പൈനാപ്പിളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി അതിനുള്ളിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 4 കഷ്ണം ഗ്രാമ്പു കൂടി പൊടിച്ചിടാം. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിള്, മാംഗോ, പാളയംകോടൻ പഴമാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്ക് പഴം ഇഷ്ടമുള്ളത് ചേർക്കാം. അതുപോലെ മുന്തിരി, പോമഗ്രാനൈറ്റ്. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ ഫ്രൂട്ട് സലാഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്ന നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയും ഗ്രാമ്പുവും പൈനാപ്പിളും കൂടി ഇതുപോലെ നന്നായിട്ട് വേവിച്ച് അതിൻ്റെ ജ്യൂസോട് കൂടി ചേർക്കുന്നതാണ് കേട്ടോ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ ടേസ്റ്റി ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് പറയണം കേട്ടോ. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കേഴ്സിൻ്റെ വാനില ഫ്ലേവറാണ് കേട്ടോ. 1/2 ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പാലെടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ചൂടുള്ള പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കാം. ഞാൻ ഒരു 150 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് വേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൈ നിർത്താതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്തി തണുക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ചെറിയ ക്രംസ് ഉണ്ടായിരുന്നുകൊണ്ട് അരിച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ ആ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും വായിൽ കപ്പലോടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കസ്റ്റാർഡും ഫ്രൂട്ടും ഒക്കെ ഇരിക്കുന്നവർ ഇന്ന് തന്നെ നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണേ. എന്നാൽ പിന്നെ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.